വെൽക്കം ടു ടെക് ബൈറ്റ്സ് മീഡിയ. ഇന്നത്തെ ഈ വീഡിയോയിൽ കേരളത്തിലെ ഏകദേശം 26 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ സംസ്ഥാനത്തെ LP, UP, ഹൈസ്കൂൾ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് സൗജന്യമായി ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. കേരളത്തിലെ സർക്കാർ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 82 കോടി രൂപയാണ് നമ്മുടെ ഗവൺമെൻറ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. നമുക്കറിയാം, സാധാരണ ജൂൺ മാസത്തിലാണ് നമ്മുടെ സ്കൂളുകൾ തുറക്കാറ്. എന്നാൽ ഇത്തവണ കോവിഡ് ഭീതിയെ തുടർന്ന് ഇതുവരെ സ്കൂളുകൾ തുറക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു അവസരത്തിൽ സ്കൂളുകളിൽ ഉച്ചഭക്ഷണമായി നൽകിയിരുന്ന ആ ഒരു ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇപ്പോൾ കിറ്റായി വിതരണം ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ് ആലോചിക്കുന്നത്. പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് 300 രൂപയുടെയും UP HS വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 420 രൂപയുടെയും കിറ്റാണ് ഇപ്പോൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ കിറ്റുകൾ ലഭ്യമാകാൻ രക്ഷിതാക്കൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പരിശോധിക്കാം. ഈ ഒരു പദ്ധതിയുടെ പ്രാഥമിക തലത്തിൽ നമ്മുടെ പൊതുവിതരണ സംവിധാനം അഥവാ റേഷൻ കടകൾ വഴി ഈ കിറ്റുകൾ വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് എത്തിക്കാനായിരുന്നു നമ്മുടെ ഗവൺമെൻറ് ശ്രമിച്ചത്. അതായത് സ്കൂളുകളിൽ നിന്നും രക്ഷിതാക്കൾക്ക് ഒരു ഭക്ഷ്യ കിറ്റിൻ്റെ കൂപ്പൺ നൽകുവാനും ആ കൂപ്പൺ ഉപയോഗിച്ച് റേഷൻ കടകളിൽ നിന്നോ അല്ലെങ്കിൽ സപ്ലൈകോയിൽ നിന്നോ ഈ കിറ്റുകൾ ലഭ്യമാക്കുവാനുമായിരുന്നു ആദ്യം ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഏകദേശം 26 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ വരുമ്പോൾ ഉണ്ടാകുന്ന ജനത്തിരക്കിനെ കണക്കിലെടുത്ത് നമ്മുടെ ഗവൺമെൻറ് ഈ ഒരു തീരുമാനം പുനഃപരിശോധിക്കുകയായിരുന്നു. നിലവിൽ ലഭിക്കുന്ന വാർത്തകൾ പ്രകാരം രക്ഷിതാക്കൾക്ക് സ്കൂളുകളിൽ നിന്ന് തന്നെ ഈ ഒരു ഭക്ഷണ കിറ്റ് ലഭിക്കുന്നതാണ്. അരിയും പല വ്യഞ്ജനങ്ങളും അടങ്ങിയ ഈ ഒരു ഭക്ഷ്യ കിറ്റ് എത്രയും വേഗം സപ്ലൈകോ തയ്യാറാക്കി സ്കൂളുകളിൽ എത്തിക്കുന്നതാണ്. അവിടെ നിന്നും ഈ കിറ്റുകൾ രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഭ്യമാകുന്നതാണ്. ഈ കിറ്റുകളുടെ പൂർണ്ണമായ വിതരണാധികാരം അതാത് വിദ്യാലയങ്ങൾക്ക് തന്നെ നൽകാനാണ് ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് സാമൂഹിക അകലവും അതുപോലെ തന്നെ കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ നിയമങ്ങളുമെല്ലാം പാലിച്ചു വേണം ഈ ഒരു ഭക്ഷ്യ കിറ്റിൻ്റെ വിതരണം നടത്തുവാൻ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ഭക്ഷ്യ കിറ്റിനെ കുറിച്ചും ഇത്തരത്തിലുള്ള മറ്റു വാർത്തകളെക്കുറിച്ചും കൂടുതലായി അറിയുവാൻ നിങ്ങൾ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്